അഷ്കർ അലി, വെൽക്കം ടു റിപ്പോർട്ടർ പ്രീ പോൾ സർവേ. ക്ലിയർ മാൻഡേറ്റ് ആണ് അഷ്കർ ഇ.ടി. മുഹമ്മദ് ബഷീറിന് പൊന്നാനിക്കാർ കൊടുത്തിരിക്കുന്നത്. മണ്ഡലം വെച്ചുമാറുന്ന ഓപ്ഷനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാമെന്ന് തോന്നുന്ന തരത്തിൽ ഓരോ ചോദ്യത്തിനും കൃത്യമായ മാൻഡേറ്റ്. എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ ഫലത്തെ? ഒപ്പം പൊന്നാനിയുടെ സാധ്യതകൾ എങ്ങനെയാണ് അഷ്കർ? സുജ, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ലീഗ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. ജയപരാജയങ്ങളിലേക്കൊന്നും ഒരിക്കലും ആ തെരഞ്ഞെടുപ്പ് പോകില്ല എന്ന് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, ഭൂരിപക്ഷത്തെ അത് ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുമോ എന്നുള്ളത് മാത്രമാണ് ലീഗ് എല്ലാ കാലത്തും, പൊന്നാനി ആണെങ്കിലും മലപ്പുറം ആണെങ്കിലും ലീഗ് നോക്കുന്നത് ഭൂരിപക്ഷം എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇടതുപക്ഷം വലിയൊരു പോരാട്ടത്തിനാണ് പൊന്നാനിയിൽ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് വസ്തുത. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ നേട്ടം തന്നെയാണ് പ്രധാനമായ കാര്യം. മറ്റൊന്ന്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. അന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇ.ടി. മുഹമ്മദ് ബഷീറിനെതിരെ മത്സരിച്ചപ്പോൾ ലക്ഷങ്ങൾ എന്നും ഭൂരിപക്ഷം എണ്ണിക്കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് അത് 25,000 എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇത്തവണ കഴിഞ്ഞതിൽ നിന്നും മാറി താനൂരടക്കം മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായ താനൂർ നിയമസഭാ മണ്ഡലമടക്കം ലീഗിൽ നിന്നും പിടിച്ചെടുത്ത അനുഭവം ഇടതുപക്ഷത്തിലുള്ളത് കൊണ്ട് തന്നെ തവനൂറും കെ.ടി. ജലീലൊക്കെ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ഒരു അട്ടിമറി സാധ്യത തങ്ങൾക്ക് മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനിയും മലപ്പുറം വെച്ചു മാറണം എന്നൊരു ആഗ്രഹം നിലനിർത്തുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ തുടക്കം മുതൽ കേൾക്കുന്നു അത്. അസ്മൃതി, ഇ.ടിയെ സംബന്ധിച്ചിടത്തോളം അത് വോട്ടിന്റെയോ ഇല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെയോ ആശങ്കയിലായിരിക്കില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ യാത്രാ സൗകര്യം, സ്വന്തം മണ്ഡലം എന്നുള്ള നിരക്കുമാണ് അദ്ദേഹം മലപ്പുറത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം മലപ്പുറത്തോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും താൻ മലപ്പുറത്തേക്കാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് ഇ.ടി പലപ്പോഴും പലരോടും പറയുന്നത്. മാത്രമല്ല, സമതാനിയും അതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ട് നേതാക്കൾക്കും മലപ്പുറം മണ്ഡലത്തോടാണ് മത്സരിക്കാൻ താല്പര്യം. അത് പക്ഷേ ഒരു വോട്ടിൻ്റെയോ ഇല്ലെങ്കിൽ വിജയത്തിൻ്റെയോ ഭീതി കൊണ്ടല്ല, മറിച്ച് രണ്ട് നേതാക്കളുടെയും യാത്രാ സൗകര്യവും മണ്ഡലത്തോടുള്ള താല്പര്യമാണ് ഈ മലപ്പുറം ഇഷ്ടത്തിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് മലപ്പുറത്താണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും മുസ്ലിം ലീഗിന് കനത്ത വോട്ട് ബാങ്കുണ്ട്. അത് ഒരു തരത്തിലും അതിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇലക്ഷൻ റിസൾട്ട് പോകാനും സാധ്യതയില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പൊന്നാനിൽ ഇത്തവണ വലിയ നിർണായകമാകും. അത് കെ.ടി. ജലീലോ വി അബ്ദുറഹ്മാനോ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ഏതെങ്കിലും ഘട്ടത്തിൽ പൊന്നാനിയിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ജയപരാജയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം ഏറ്റവും അവസാന ലെവലിലേക്ക് വരുന്ന ശക്തമായ പോരാട്ടത്തിലേക്ക് പൊന്നാനി മണ്ഡലം മാറും എന്നത് വസ്തുതയാണ്. അതല്ലാത്തിടത്തോളം കാലം നമ്മുടെ സർവേയിൽ പറയുന്നത് പോലെ തന്നെ ഇ.ടിക്കും മുസ്ലിം ലീഗിനും ആശ്വസിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ആവേശത്തോടെ കാത്തിരിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് പൊന്നാനിയിൽ ഇപ്പോഴും. അഷ്കർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ അഷ്കർ പറഞ്ഞ രണ്ട് പേരുകളുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഇപ്പം സംസ്ഥാനത്ത് മന്ത്രിസഭയിൽ അംഗമാണ്, അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതേസമയം കെ.ടി. ജലീലിന്റെ കാര്യത്തിൽ, കെ.ടി. ജലീൽ നിശ്ചയമായ ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ വേങ്ങരയിൽ തോപ്പിച്ചിട്ടുള്ള നേതാവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കെ.ടി. ജലീലിന് അവിടെ ഒരു ശക്തിയൊക്കെ ഉള്ള നേതാവുമാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ അണികളിൽ ആ വോട്ട് ബാങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാവുമാണ് കെ.ടി. ജലീൽ. പക്ഷേ കാന്തപുരം വിഭാഗത്തിന് വലിയ തൃപ്തിയില്ല, അദ്ദേഹത്തോട് വലിയ അടുപ്പമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വലിയ താല്പര്യമില്ല എന്നതുകൊണ്ട് ജലീലിൻ്റെ സ്ഥാനാർത്ഥിത്വവും അവിടെ പരിഗണിക്കുന്നില്ല, അങ്ങനെ ജലീലിനെ ഇറക്കാൻ ആലോചിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. നേരത്തെ ഈ കാന്തപുരം വിഭാഗവുമായിട്ട് CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു ഇടനിലക്കാരനായി നിന്നിരുന്ന വ്യക്തിയായിരുന്നു കെ.ടി. ജലീൽ. അത്തരത്തിൽ അനുഭാവമുള്ള, കാന്തപുരം വിഭാഗത്തിന് അനുഭാവമുള്ള ഒരാളായിരുന്നു കെ.ടി. ജലീൽ. പക്ഷേ ഇപ്പോൾ സമസ്ത E.K. വിഭാഗവുമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടനിലക്കാരനായി നിൽക്കുന്നത് കെ.ടി. ജലീലാണെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾക്കിടയിൽ കൃത്യമായി സ്വാധീനമുണ്ടാക്കാൻ കെ.ടി. ജലീലിന് കഴിയുമെന്ന് പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കെ.ടി. ജലീലിന് ഒരു ഘട്ടത്തിലെങ്കിലും പൊന്നാനിയിലേക്ക് പരിഗണിക്കുന്ന ഒരു പട്ടികയിലേക്ക് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാനും കാരണം. പക്ഷേ താൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് കെ.ടി. ജലീലും വി അബ്ദുറഹ്മാനും പലതവണ ആവർത്തിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ആളുകളും മത്സരരംഗത്തേക്ക് എത്തിയാൽ അവിടുത്തെ മത്സരം അല്ലെങ്കിൽ പോരാട്ടം കനക്കും എന്നുള്ളത് ലീഗ് നേതൃത്വം പോലും ചെയ്തി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഉടക്ക് അത് ഏതെങ്കിലും വിധത്തിൽ കെ.ടി. ജലീൽ പരിഹരിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ എന്താണെന്ന് കൂടി പുറത്തു വരാറുണ്ട്. പ്രത്യേകിച്ച് ഈ സമസ്തയും ലീഗും തമ്മിലുള്ള ഉടക്കുകളിൽ ഇല്ലെങ്കിൽ അവരുടെ തർക്കങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും അത് വലിയ രീതിയിലേക്ക് ഇടതുപക്ഷ
ഭൂരിപക്ഷത്തേക്ക് സമസ്തയുടെ വോട്ട് ബാങ്കിനെ ഇല്ലെങ്കിൽ സമസ്തയെ അടുപ്പിക്കുന്നതിലേക്ക് ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് കെ ടി ജലീൽ. അങ്ങനെയെങ്കിൽ അതും ഈ തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പൊന്നാനിയിലൊക്കെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് എന്നുള്ളത് ഏറെ നിർണായകമാണ്. ആ വോട്ട് ബാങ്ക് ലീഗിൽ നിന്ന് വിളക്കിയെടുക്കുന്നതിൽ വിജയിച്ച വ്യക്തികൾ കൂടിയാണ് ഈ കെ ടി ജലീലും വി അബ്ദുറഹ്മാനും എന്നിവരടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ ഇത്തവണത്തെ ഇലക്ഷൻ അത് സ്ഥാനാർത്ഥി നിർണയത്തെ കൃത്യമായി വിലയിരുത്തുന്നതായിരിക്കും. നിശ്ചയമായും. താങ്ക് യു അഷ്കർ.